ഉരുൾ പൊട്ടിയ സമയത്തെ ഒരുപാട് ആൾക്കാർ ഡാമേജ് ആക്കി അവിടെ ഇട്ട് പോയിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ യാതൊരു വിധത്തിലും മാർഗ്ഗമില്ലാതെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ട ഗതികേടിലായി പോയി മനുഷ്യന്മാരല്ല. ഞാനും വിചാരിച്ചു പോയാക്കിട്ട് പോട്ടെ ജനിച്ചാലൊരു മരണം ഉറപ്പല്ലേ. അതായത് എൻ്റെ ചങ്ങാതി ജെയ്സൺ ചേട്ടനാട്ടാ. അപ്പൊ ഞാനിപ്പോ നിക്കണത് വയനാടാണ്. വയനാട് നമ്മൾ എങ്ങാടെ പോണത് ജെയ്സൺ ചേട്ടാ? നമ്മള് ചൂരൽമലയിലേക്കാണ് പോകുന്നത്. മുണ്ടക്കൈ ചൂരൽമല, നമ്മുടെ ഇന്ത്യ കണ്ടതിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തം, അതായത് ഉരുൾപൊട്ടലിലൂടെ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം എന്നീ പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ പോണേല് ഞങ്ങൾക്കൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ്, അതായത് എൻ്റെ ആശാൻ, അനീഷും അതേപോലെ തന്നെ സുഹൃത്തുക്കളും വളരെയധികം കഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലൊന്ന് സഹായിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ചൂരൽമലയിലെയും മുണ്ടക്കയത്തെയും ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ ഞങ്ങൾ സഹായിക്കുന്ന, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന ചെറിയ രീതിയിലുള്ള സഹായം, അതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഈ സഹായം നൽകുന്ന അച്ഛനമ്മമാർക്ക് ആരും തന്നെ ഇല്ല. ഇപ്പോൾ ആ ദുരന്തത്തിൽ ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളായ ഒരു 10 പേരെ തിരഞ്ഞെടുത്തിട്ടാണ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യുന്നത്. അവർക്ക് മരുന്നിനും മറ്റു പേഴ്സണൽ ആവശ്യങ്ങൾക്കും വേണ്ട തുക ഞങ്ങൾ നേരത്തെ തന്നെ ഇവരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ വഴി. അപ്പോൾ ഈ അച്ഛനമ്മമാരെയൊക്കെ എല്ലാവരും തന്നെ നഷ്ടപ്പെട്ടു. സർക്കാർ താൽക്കാലികമായി അനുവദിച്ചു കൊടുത്തിട്ടുള്ള PWDയുടെ ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. അപ്പോൾ സർക്കാർ അതിൻ്റെ മാസവാടക ഇപ്പോൾ സർക്കാരാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഉമ്മയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഈ അച്ഛനൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്നവരാണ്. ഇവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ, നിങ്ങൾക്കും ഇതുപോലെ അർഹതപ്പെട്ടവർക്ക് നേരിട്ട് വന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് സഹായിച്ച് ഇവരെയൊക്കെ കൂടെ പഴയപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്ന രീതിയിലാക്കണം എന്നൊക്കെയാണ് എനിക്കിപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെട്ടാനുള്ളത്. ഇവരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കണത് തന്നെ. അപ്പോൾ നമുക്ക് പോവാം. നേരെ വണ്ടി കയറി മുണ്ടക്കൈ ചൂരൽമല ആ പ്രദേശത്താണ്. ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാനായിട്ട് നമ്മുടെ സുഹൃത്ത് വിജീഷുണ്ട്. വിജീഷാണ് ആ ബുള്ളറ്റിൽ പോണത്. ഈ ബുള്ളറ്റിൻ്റെ കഥ പറയാനാണെന്നുണ്ടെങ്കിൽ ഉണ്ട്. അതായത് ഈ അപകടത്തിൽ, ഈ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായിട്ടും നശിഞ്ഞു പോയ ഒരു വണ്ടിയാണ്. ആ വണ്ടി റിനോവേഷൻ ചെയ്ത് പൊന്നുപോലെയാണ് ഇപ്പോൾ വിജീഷ് നോക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. വിജീഷിൻ്റെ സ്വന്തം അനിയൻ ഈ അപകടത്തിൽ മരണപ്പെട്ടു. ഇപ്പോൾ അനിയൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ഇപ്പോൾ വിജീഷ് ഉപയോഗിച്ചുകൊണ്ട് കിടക്കണം. അപ്പോൾ അനിയൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വേറെ ഒന്നുമില്ല, അതായത് വേറെ ഒന്നും കിട്ടിയില്ല എന്ന് പറയണം ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ ഈ വണ്ടി ആ മണ്ണിനും കല്ലിനൊക്കെ ഇടയിൽ പെട്ട് മൊത്തം നശിഞ്ഞ് ചതഞ്ഞു പോയതാണ്. ഒരു 90,000 രൂപയോളം മുടക്കി ഒരു വർക്ക്ഷോപ്പുകാരൻ ശരിയാക്കി കൊടുത്തതാണ് വിജീഷിന് ആ വണ്ടി. അപ്പോൾ വിജീഷ് ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നടക്കുകയാണ്. പൊന്നുപോലെയാണ് നോക്കണത്. എപ്പോഴും തുടച്ച് കഴുകിയെല്ലാം അടിപൊളിയായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വിജീഷ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അനിയൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാനായിട്ട് അനിയൻ്റെ ഒരു ഇതുപോലും കിട്ടിയില്ല എന്ന് പറയണം. അപ്പോൾ വിജീഷ് അത് പൊന്നുപോലെ ഇപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ വിജീഷ് ആ വാഹനത്തിൽ നമ്മുടെ മുമ്പിൽ വഴി കാണിക്കാനും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് കമാൻഡ് പോസ്റ്റിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കയറാനുള്ള പാസ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാസ് എടുക്കാതെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ആ പ്രവേശനം അവിടെ ഈ അപകടം മൂലം അവിടെ നിന്ന് മാറി താമസിക്കുന്ന ഇപ്പോൾ ജീവനോടെയുള്ളവർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അവിടുത്തെ അപകടം സംഭവിച്ച് ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പാസ്സൊക്കെ എടുത്തിട്ട് നേരെ ചൂരൽമല ആ ഭാഗത്തെത്തിയിട്ട്, ചൂരൽമല സിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന കാഴ്ചകൾ. അപ്പോൾ പോലീസ് എയ്ഡ് പോസ്റ്റും അതിൻ്റെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തടയും, പാസ്സില്ലെങ്കിൽ കയറ്റി വിടില്ല. അപ്പോൾ ഉണ്ണിച്ചേട്ടനാണ് ആ ഓടി പോണത്. ഉണ്ണിച്ചേട്ടനും വിജീഷും ഒറ്റക്കായവരുടെ കൂട്ടത്തിൽ ഉണ്ണിച്ചേട്ടനും വിജീഷും ഉണ്ട്. അപ്പോൾ ഇവർ നമ്മളെ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മുടെ സൈന്യം നിർമ്മിച്ച ഈ പാലത്തിലൂടെ ഞങ്ങളെ കടത്തി വിടുന്നതാണ്. അപ്പോൾ ഇത് വേറെ ആർക്കും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് അലൗഡല്ല. ശരിക്ക് ഈ വിജീഷിൻ്റെ എറണാകുളത്തു നിന്ന് വന്ന ബന്ധുക്കളായതുകൊണ്ടും മാത്രമാണ് ഞങ്ങളെ ഇപ്പോൾ ഇങ്ങോട്ട് കടത്തി വിടുന്നത്. ഇപ്പോൾ ഈ ആൽമരം കണ്ട ആ മുണ്ടക്കൈ ഭാഗത്ത് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലം പൂർണ്ണമായിട്ടും നശിഞ്ഞു. ഇവിടുത്തെ സ്വാമി കാര്യങ്ങളൊക്കെ മരിച്ചു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആൽമരം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നേരെ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്കാണ് പോകുന്നത്. മുണ്ടക്കൈ ഭാഗത്താണ് ഒരുപാട് വീടുകൾ തിങ്ങി നിന്നിരുന്ന സ്ഥലമാണ് മുണ്ടക്കൈ. അപ്പോൾ ആ മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ട് എത്ര ഭംഗിയായ ആ ഗ്രാമീണ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും എന്താ പറയുക, അവിടെ താമസിച്ചിരുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ട ആ ഒരു അവസ്ഥയിലാണ്. ഏതാനും കുറച്ച് ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിജേഷിൻ്റെ ഉണ്ണിച്ചേൻ്റെയൊക്കെ സഹായത്തിലാണ് നമുക്കിവിടെ വരാൻ കഴിഞ്ഞത്. ആ ആക്സിഡൻറ്റിൽ ഈ വലിയ കല്ല് വന്ന് അടിച്ചുകൊണ്ട് ആ പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തിയിട്ട് കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വിജീഷ് നമ്മളോട് പറയട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി നിർത്തിയിട്ട് വിജീഷിനോടൊന്ന് ചോദിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തത വരുത്തി തരാട്ടോ. ഇങ്ങനെ കയറി വന്നു അവസാനം അത് പൊട്ടി അപ്പുറത്തേക്ക് ഇത് ശരിക്ക് മുണ്ടക്കൈ ഇപ്പോഴും ചെറുതായിട്ട് വെള്ളം തന്നെ ഉണ്ടല്ലേ? വെള്ളം അത് ആദ്യം ഓൾറെഡി പുഴയായിരുന്നു മൂടിപ്പോ ഇതിന്റെ ചൂട്ടിലാണ് സീതമം കൊണ്ട് വേറോട്ട് കേട്ടിട്ടുണ്ടാവില്ലേ? അത് ഇവിടെ അതൊക്കെ മൂടിപ്പോയി. അതൊക്കെ പോയില്ലേ? അതൊക്കെ ഈ മണ്ണ് വന്ന് അടിഞ്ഞു കൂടി കല്ലും മണ്ണൊക്കെ കയറിയിട്ട് ഇപ്പൊ തുടക്കം വന്ന ആ മരന്നല്ലേ? അതാ കണ്ട് കാണുന്ന ചേട്ടാ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലിപ്പ് ചാഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആയി വന്നതാ. ഇവിടെ കംപ്ലീറ്റ് വീടായിരുന്നു. ഇതൊക്കെ അല്ലേ വീട് ഈ ഭാഗത്ത് ഇങ്ങനെ നേരെ ഇഷ്ടം പോലെ വീടുകളായിരുന്നു. ഇവിടെ വെള്ളം വന്ന് ബ്ലോക്ക് ആയപ്പോഴേക്കും ഈ കല്ലൊക്കെ അവിടെ നിന്ന് അടിച്ച് കയറ്റിയതാ കംപ്ലീറ്റ്. ഇവിടെ 2 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇതേപോലത്തെ 2 നിലയുള്ള ബിൽഡിംഗ് ആ വീടിന്റെ തൊട്ടുപുറത്തുണ്ടായിരുന്നു. അവരവിടെ സേഫ് അല്ല. മഴക്കാലം ആകുമ്പോൾ ഇവിടെ ഒന്ന് താമസിക്കും. ഇവരൊക്കെ മൊത്തം ഒരു മോനും അയ്യോ അല്ല ഈ കല്ലൊക്കെ ഉരുട്ടി അവിടെ നിന്ന് വന്നയാ? പൊക്കത്തുനിന്ന് വന്നേക്കണം. ആ പൊക്കത്തുനിന്ന് ഇതൊക്കെയാണ് ആളുകളെ മേത്ത് കൂടെ കയറി ഇറങ്ങി. ആ ദുരന്തം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇത്രയും മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും വളരെ ഭയാനകമായ അവസ്ഥയുണ്ടാ. ഈ കാണുന്ന ഭാഗത്ത് കംപ്ലീറ്റ് അടിച്ച് മേളിൽ നിന്ന് വന്നേക്കുന്ന വരവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ മുമ്പിൽ ഉള്ള ആ മദ്രസ കെട്ടിടത്തിൻ്റെ പകുതിയോളം പോയിട്ടുണ്ട്. ഒരു വലിയ പാറ ഇതുണ്ട്. ഈ പാറ വന്ന് അടിച്ച് പൊളിഞ്ഞ് വെള്ളവും പാറയും കൂടി വന്ന് വെള്ളവും പാറയും അതുപോലെ ഓരോ വാഹനങ്ങളൊക്കെ കിടക്കണ ചെയ്യണ്ട. ഇതൊരു വണ്ടിയുണ്ട. വണ്ടിയുടെ അവസ്ഥ ഉണ്ട്. നമ്മുടെ ഇവിടെ 2 സുഹൃത്തുക്കളുണ്ട്. അവരാണ് നമ്മൾ ഇതെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു തരുന്നതും. ഈ ദുരന്തത്തിൽ ബാക്കി എല്ലാവരും അനിയൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ മരിച്ചുപോയ വിജീഷ് നമ്മുടെ കൂടെ ഉണ്ട്. ഇതിൻ്റെ ആഘാതമൊക്കെ ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോയിലൂടെ ഒന്നല്ല, നേരിട്ട് വന്ന് തന്നെ കണ്ടാലാണ് ഇതിൻ്റെ ആ ഒരു ഭീകരത മനസ്സിലാവുള്ളൂ. നമ്മുടെ ഇവിടെ ഏകദേശം എത്ര കുടുംബങ്ങളുടെ വീട് നഷ്ടമായിട്ടുണ്ട്? ഏകദേശം 120ന്റെ താഴത്തായിട്ട്. 120ന്റെ താഴത്തായിട്ടല്ലേ? വീടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എത്ര പേര് ഏകദേശം നമുക്കിപ്പോൾ കിട്ടിയേക്കണത് മരണപ്പെട്ടത്? ഇവിടെ 144 ബോഡി ഇവിടെ നിന്ന് എടുത്തു അല്ലേ? ബാക്കി താഴെ എന്നൊക്കെയാണ് കിട്ടിയത്. ടോട്ടല് എത്രയാണ് മരണസംഖ്യ എടുത്തത്? 47 ബോഡി ഇട്ടാണ്ടേല് ബോഡിയിൽ കിട്ടിയിട്ടുണ്ട്. തെളിഞ്ഞിട്ടുണ്ട്. ഒരു 35 ബോഡി ഇനിയും കിട്ടാൻ ട്രേസ് ചെയ്യാണ്ട് ഇനി തിരയുന്നില്ല. അവർക്കുള്ള മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കാന്ന് സർക്കാർ കൊടുക്കാന്ന്. അപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം ഉണ്ടായ നിങ്ങൾക്കുള്ള പുനരധിവാസവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? ഇതുവരെ ദുരന്തത്തിന് ശേഷം ഈ 7 മാസമായിട്ടും നെടുമ്പാല എസ്റ്റേറ്റും ഒന്ന് എൽസൺ എസ്റ്റേറ്റ് ആണ് കൽപ്പറ്റ നോക്കിയേക്കണത്. ഈ സർവേ ഒക്കെ നടന്നു പോയി. ടൗൺഷിപ്പ് പണിയാനായിട്ട് ടൗൺഷിപ്പിന് പിന്നെ സർവേ ഒക്കെ നടന്നു പോയിട്ടുണ്ട്. HML കമ്പനി കേസിന് പോയി. നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് അല്ലേ? സർക്കാർ തന്നെയാണ് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തേക്കണത്. സർക്കാർ തന്നെ കോട്ടേഴ്സിൽ ഇവർ താമസിക്കുന്ന സർക്കാരിൻ്റെ കോട്ടേഴ്സിലുണ്ട്. പിന്നെ വാടക സർക്കാർ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണം ഇതിന് അല്ലേ? ഈ ശരിക്കും എത്ര മണിയോടുകൂടിയാണ് ഇത് സംഭവം ഉണ്ടായത്? 1:30 രാത്രി അല്ലേ? ശരിക്കും വിജേഷൊക്കെ വീട്ടിലുണ്ടായി അല്ലെങ്കിൽ ഉണ്ടായില്ല? ഞാൻ ആദ്യം പോയിട്ടുണ്ടാവും. കാരണം പുഴൻ്റെ തൊട്ട അരികിൽ തന്നെയാണ് വീട് അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ റൂം എടുക്കുന്നത്. അനിയനൊക്കെ നഷ്ടപ്പെട്ടു. പുള്ളിൻ്റെ ഭാര്യ മിസ്സിങ്ങായി. പുള്ളിൻ്റെ ഭാര്യ ഇവിടുന്ന് അവിടെ പിന്നെ മൂപ്പര് ഒറ്റയ്ക്കായിരുന്നു വീട്ടിലുണ്ടായിരുന്നു. ഇവിടെ ചേച്ചിക്ക് സുഖമില്ലാണ്ട് ചേച്ചീനെ കാണാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് അവിടെ വന്ന് കിടന്നു. അവിടെ നിന്നാണ് എടുത്തു പോയി. മൂപ്പര് ഇവിടുന്ന് രക്ഷപ്പെട്ടു. 2ാം നിലയിൽ കയറി കിടന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ ദുരന്തം ശരിക്കും നേരിട്ട് കണ്ട് അനുഭവിച്ചാണ് ചേട്ടൻ അല്ലേ?
അയൽവാസികൾ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയായിരുന്നു ചേട്ടാ? എനിക്ക് പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ പറ്റില്ല, അതായത് കാട്ടാണ് അടിഭാഗം പോയി. നിൽക്കുന്നത് മുണ്ടക്കൈ എന്ന് പറഞ്ഞത്. ഇത് മുണ്ടക്കൈ അല്ലേ? മുണ്ടക്കൈ ടൗൺ. ഈ താഴത്ത് നമ്മ ആ വേലിപ്പാലൊക്കെ ഇട്ടേക്കണ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്താ അറിയോ? ഈ സാധനം ചില വീടുകൾ അങ്ങനെ എയിം ചെയ്തെടുത്തവരുണ്ട്. കുറച്ച് വീടുകൾ അവിടെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ വന്നാലും പോലും ചില വീടുകൾ ഇങ്ങനെ തോണി ആട്ടണ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു വീട് വിട്ടിട്ടുണ്ടാവും. അപ്പൊ അടുത്ത് മണ്ണ് ഇങ്ങനെ സ്ലൈഡിങ് കളി കളിച്ചിട്ടാ വരുന്നത്. ആ വാട്ടാണ് വിസ്താരം കൂട്ടാൻ കാരണം. പിന്നെ ഇവിടെ ഡംപും ചെയ്തിരുന്നേ ലോക്ക് ചെയ്തിട്ടേ ഈ സൈഡിൽ വന്ന് ഈ മലയുടെ അവിടെ വന്ന് മണ്ണും കല്ലൊക്കെ കൂടി അടിഞ്ഞിട്ടുണ്ടാവും. അന്നത്തെ സംഭവത്തിൽ സംഭവിച്ച കാഴ്ചകളുണ്ടാവും. വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഇതിപ്പോൾ മുണ്ടക്കൈ എത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ പുഞ്ചിരിവട്ടത്തേക്ക് പോകുമ്പോഴേക്കും ഇതിലും ഭയാനകമാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം ഈ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ട ഓരോരോ വീടിൻ്റെയൊക്കെ അവസ്ഥ കണ്ട രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും മണ്ണും കല്ലും മരങ്ങളൊക്കെ കൂടി വന്ന് അടിച്ചിട്ട് 2-3 നിലകളുള്ള വീടിൻ്റെയൊക്കെ അടിഭാഗം മൊത്തം തകർത്ത് പോയേക്കണേ. അതായത് ആ 3ാമത്തെ നില മാത്രം സേഫായിട്ട് ഇരിക്കണം. അടിയിൽ 2 നില ഭൂമിക്കടിയിലും ബാക്കി ശേഷിക്കുന്നത് വെള്ളമൊക്കെ പോയിട്ട് ഇത് കണ്ട കൺമശയൊക്കെ കിടക്കണ്ട. ഒരു ലേഡീസ് സ്റ്റോഴ്സായിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ കൂട്ടുകാരൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു ലേഡീസ് സ്റ്റോഴ്സായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറേ സാധനങ്ങൾ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കിടക്കണതുണ്ട്. ഒരു കടയുടെ ഉള്ളിലെ റാക്കും കാര്യങ്ങളൊക്കെ കിടക്കണുണ്ടാവും. നമുക്ക് എന്താ പറയണ, ഇവിടെ വന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഡൗണായി പോകും. മൊത്തത്തിൽ അത്ര ഭയാനകമാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി നമുക്ക് ഉണ്ണിച്ചേട്ടൻ്റെയും വിജീഷിൻ്റെയൊക്കെ സ്ഥലമായ പുഞ്ചിരിമട്ടത്തെ കാഴ്ചകളും കൂടി കാണുന്നുണ്ട്. ഈ വീടിൻ്റെ അപ്പുറത്തേക്ക് വാസയോഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കമ്മീഷൻ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ താഴത്തേക്ക് ഇനി ജനവാസയോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അന്നത്തെ അപകടത്തിൽ കിടക്കുന്നൊരു വണ്ടിയുടെ അവശിഷ്ടമുണ്ടത്. ഇത് വണ്ടിയാണ്ടത്, ഇത് കാണുന്നത് വണ്ടിയാണ്. ഇവിടെ കംപ്ലീറ്റ് വീടുകളുണ്ടായ സ്ഥലമുള്ളത്. ഈ ഓട്ടോ ഉള്ള വീട്ടിലല്ലേ? എല്ലാവരും കൂടി ഒരുമിച്ചോടെ പങ്കെടുക്കും. എല്ലാവരും കൂട്ടായ്മ കല്യാണം വന്നാലും എല്ലാവരും നമ്മുടെ മദർസിലെ കല്യാണം ആരുതായാലും ഒന്ന് സഹായിക്കാനും പിടിക്കാനും ഒക്കത്തിനാണ് ഇതിൻ്റെ പുഞ്ചിരിവട്ടം. എല്ലാത്തിനും ആൾക്കാർ ഇഷ്ടം പോലെ ഉത്സവമായാലും കല്യാണമായാലും നബിദിനായാലും പള്ളി പെരുന്നാളാണെങ്കിലും എല്ലാത്തിനും എല്ലാവരും സൗഹൃദ ഇതിലാ പോവുക. ഇവിടെ എത്ര വീടുണ്ടായിരുന്നല്ലോ? ഇവിടെ ഒരുപാട് വീടുണ്ട്. എന്നാലും ഒരു 150 മേലുണ്ടായിരുന്നു. പുതിയ വീട് ഒക്കെ കണ്ടില്ലേ? ഇപ്പോൾ പഞ്ചായത്തിലെ കുറേ വീട് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ? കാണല്ലേ? ഇതിൻ്റെ അക്കരെ വീട് ഇല്ല. ഇതൊരു റോഡാണ്. അത് നോക്കാം. നമുക്ക് ജിജീഷിൻ്റെ അവിടെ പോയി നിന്നാൽ ഇവിടെ റിസോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ജോലി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരല്ലേ എസ്റ്റേറ്റിൽ, ജോലിയും കാര്യങ്ങളൊക്കെ അധികം എസ്റ്റേറ്റുകാരല്ലേ? തോട്ടം തൊഴിലാളികളും പുറത്ത് പണിക്ക് പോണവരും. ഇതാരുടെ വീടാണ് കേട്ടോ ഈ ഷീറ്റൊക്കെ പൊളിഞ്ഞു കിടക്കണ? വല്ല ഓർമ്മയുണ്ട്? നൗഫലല്ലേ? ഞങ്ങളുടെ സുഹൃത്ത് ജിജേഷിന്റെ വീട് അല്ലേ ചേട്ടാ? ജിജീഷിന്റെ വീടാണ്. അതിൽ അനിയൻ നഷ്ടപ്പെട്ടു, നമുക്ക് പരിക്കുണ്ടായിരുന്നു. ജിജീഷാണ് നിൽക്കുന്നത്. ജിജീഷാണ് ഞങ്ങളുടെ സുഹൃത്താണ്. അപ്പോൾ അവൻ്റെ വീടായിരുന്നത്. ആ വീടിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇവിടെ ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ജ്യേഷ്ഠനും അനിയനും അല്ലേ? വീട് പൂർണ്ണമായിട്ടും പെട്ടുപണിക്കാരനാണ്. പണിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം വർത്താനം പറഞ്ഞിട്ട് ഏട്ടനും വരും ചെയ്യുന്ന ഇൻഡസ്ട്രി വർക്കിൻ്റെ അലമാരയുടെ സാധനങ്ങളൊക്കെ അല്ലേ? ജിജേഷും സുമേഷൊക്കെ അലമാരയുടെ വർക്ക്, ഇൻഡസ്ട്രിയൽ വർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് കിടക്കുന്നത്. വീട് പൂർണ്ണമായിട്ടും തകർന്നു പോയി. ഇപ്പോൾ ആകെ 2 ജനലും ഒരു 2-3 അലമാര ചളങ്ങിയ പീസും കാര്യങ്ങളൊക്കെ മാത്രമേ കിടക്കുന്നുള്ളൂ കേട്ടോ. അതിന് 2019 പൊട്ടുണ്ടായ സമയത്തേ നമ്മളാണ് ഫസ്റ്റ് കണ്ടത്. ഞാൻ അച്ഛൻ മരണപ്പെട്ടു പോയി. അപ്പോൾ അവിടെ പിന്നെ അതിങ്ങനെ ഡംപ് ചെയ്ത് പൊങ്ങി നിൽക്കുന്ന സമയത്ത് അച്ഛനെ എടുത്ത് നമ്മൾ വീട്ടിലുണ്ടായിരുന്നവരൊക്കെ എടുത്തു കൂട്ടിയതാണ്. അപ്പോൾ
ഈ 2019 ശേഷം 2024 ഞാൻ ഇവിടുന്ന് പോണ ആ സമയം വരെ രാത്രി നല്ല മഴ പെയ്യുന്ന സമയങ്ങളിൽ ഫുള്ള് ബ്രൈറ്റ് ലൈറ്റിന് ടോർച്ച് അടിച്ചിട്ട് 3-4 തവണ ഞാൻ അടിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങുള്ളൂ. 2019 ഒരു കാഴ്ച കണ്ടതേ. അല്ല എന്തിനാണ് അങ്ങനെ നോക്കണം? പുഴയിലേക്ക് ടോർച്ച് അടിക്കണം. അവിടെ കലക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ കൊടുക്കുക, കുറച്ച് ആൾക്കാർക്ക് നേരെ അങ്ങോട്ട് മറിഞ്ഞ് അതായത് മേളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് വരുന്നറിയാം. ഇത് ഈ അസമയമായിപ്പോലും 1.5 മണിക്ക് എല്ലാവരും നല്ല ഉറക്കത്തിന്റെ സമയമല്ലേ. തോട്ടം തൊഴിലാളികൾ പുറത്ത് പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ പുതിയ വീട് പറഞ്ഞാൽ പണി കഴിഞ്ഞില്ല, കഴിഞ്ഞിട്ടില്ല. മെയിൻ പാർപ്പ് കഴിഞ്ഞ് മെയിൻ പാർപ്പ് കഴിഞ്ഞു. പിന്നെ ബാക്കി തേക്കാനുള്ള പണിയിൽ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ബാക്കി തേക്കാനുള്ള ഇതിൽ തയ്യാറെടുപ്പിലായിരുന്നു. ആ ടൈമിലാണ് ഈ ഉരുൾപൊട്ടണത്. അതിലാണ് ഇതൊക്കെ ഒരു വീടാണെന്ന് അല്ലേ? പുതിയ വീട് പണിതിട്ടാണ് അവർ സ്ഥലതാമസത്തിന് റെഡി ആയിരുന്ന വെച്ചാൽ സ്ഥലമൊക്കെ വീടുമില്ല. ആ ഇവരില്ലേ ഈ വീട്ടുകാരെന്ത് വരുമോ ഇവിടെ സേഫ്റ്റി എല്ലാവരും താഴത്ത് വീട്ടിൽ പോയി താമസിച്ചു. പോകുന്ന വഴിയിൽ ഇതുപോലത്തെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. ആരുടെയോ ഉപയോഗിച്ചിരുന്ന ഒരു പൾസർ ബൈക്കും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ആക്റ്റീവ സ്കൂട്ടറൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ. ഇത് വേറൊരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണിച്ചു തരാം. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത് തന്നെ. അതുകൊണ്ട് ഏതോ ഒരു കുഞ്ഞു പാവയുടെ ടെഡി ബിയർ പാവ അത് കല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കണേ. ഇപ്പോഴും വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയുണ്ട്. നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ നമ്മുടെ മനസ്സാകെ ഡൗൺ ആയി. ഒറ്റ ആളുണ്ടായിട്ടില്ല, ഒരേ ഒരാള് മാത്രം ഒരൊച്ചക്കാണ് ഇറങ്ങി പോകുന്നത്. ഇതാണ് ചേട്ടൻ്റെ വീടല്ലേ? അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ചേട്ടൻ ഇതിൻ്റെ താഴെയുണ്ട്, മേളിലുണ്ട്, മുകളിലുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഇത് എൻ്റെ സുഹൃത്തായ നൗഷാദിൻ്റെ വീടാണ്. നൗഷാദിൻ്റെ വീടിൻ്റെ പെരൻ്റെ വാർപ്പ് കൊണ്ടുവന്നിട്ട് നേരെ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഉള്ളിൽ വലിയ കല്ലുണ്ട്. ഈ വീട്ടിലിപ്പോൾ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ മാത്രം ജീവനോടെ ഉള്ളു കേട്ടോ. ഉണ്ണിച്ചേട്ടൻ ഈ വീടിൻ്റെ അകത്തൊരു പാറ വന്ന് അടിച്ചത് കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചിട്ട് പോകണേ. നമ്മളിങ്ങനെ മുട്ടിയിട്ടേക്ക് കയറണമല്ലോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഇത്ര വലിയ പാറ നമ്മുടെ വീടിൻ്റെ ഹോളിലെത്തി. അടിച്ച് കയറിയിട്ടാണ് ചേട്ടൻ മേലെ ചേട്ടൻ ഇരിക്കണായിരുന്നു, കിടക്കണായിരുന്നു. ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നു വീട്ടിൽ? പിറ്റേ ദിവസം ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രാവിലെയാണ് ചേട്ടൻ എണീറ്റ് ഇറങ്ങിയതല്ലേ? അപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ ഇവിടെ എന്താ നോക്കി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തിരുന്ന് വെച്ചാൽ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ പുറത്തിരുന്ന് വെച്ചാൽ കൂറ്റൻ പാറയ്ക്ക് അകത്താണ്. ഇത് കണ്ട ഭീകരം പാറയാണ് വന്ന് ഉണ്ണിച്ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നിൽക്കണം. ആ പാറയും കൂടി ഇങ്ങനെ വന്ന് അടിച്ചായിരുന്നെങ്കിൽ മൊത്തം പോയേനെ. ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു വീട്ടിലേക്ക് ഞാൻ അവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോഴാണ് ഇവർ തിരിച്ച് വിളിച്ചത്. ഉണ്ണിച്ചേട്ടൻ തിരിച്ച് ഒരു കുട്ടിയുടെ ബുക്കാണത്. ആ കുട്ടി എഴുതി വെച്ചേക്കുന്നത് എവറിത്തിങ് വിൽ കം ടു യു അറ്റ് ദ പെർഫെക്റ്റ് ടൈം. വളരെ സങ്കടപ്പെടുത്തുന്ന ഓരോരോ കാഴ്ചകളുണ്ട്. കുഞ്ഞുമക്കൾ അവരൊരുപാട് പ്രതീക്ഷയോടുകൂടി പഠിച്ചിരുന്ന ബുക്കുകളൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ട എന്ത് ക്ലീനായിട്ടാണ് അവരുടെ ബുക്കിൽ എന്ത് പെർഫെക്ഷനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ 4 പേരുണ്ടായിരുന്നു ഈ വീട്ടിലല്ലേ? ഈ വീട്ടിൽ. ഇവിടെ നിന്നല്ല മരിച്ചത് നമ്മളെ ഏട്ടൻ്റെ വീട്ടിൽ പോയി, സുബ്രഹ്മണ്യം പറയും. ഇവര് മഴ പെയ്തപ്പോൾ എന്താക്കി ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചപ്പോൾ അവിടെ പോയി. അവിടെ നിന്ന് എല്ലാവരും തോട്ടം തൊഴിലാളികൾ തന്നെ, കൂലിപ്പണിക്കാർ തന്നെ എല്ലാവരും വിളിച്ച്. പിന്നെ ലാസ്റ്റ് വിളിച്ച് ജിജീഷ് അപ്പോൾ മാനന്തവാടിയാണ്. മാനന്തവാടി എന്ന് വെച്ചാൽ മാനന്തവാടി വിളിച്ചപ്പോൾ ഇങ്ങോട്ട് അപ്പോൾ ഇവർ അവിടെ നിന്ന് വരികയാണ്, മാനന്തവാടി നിന്ന് വരികയാണ് പണി കഴിഞ്ഞിട്ട്. നിങ്ങൾ അവിടെ നിൽക്കില്ല ജിജീഷ. ഫസ്റ്റ് വിളിക്കുക ജിജീഷിനെ വിളിച്ച്, ബഷീറിനെ വിളിച്ച്, ഭാവനെ വിളിച്ച്, ഒരുപാട് ആൾക്കാരെ വിളിച്ച്. എന്നിട്ട് ഇപ്പം നിങ്ങൾ അവിടെ നിൽക്കി, സനലിനെ വിളിച്ച്. എല്ലാവരും ഈ റിസോർട്ടിലാണ്, മദ്രസയിലും റിസോർട്ടിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനെന്താക്കി, ഞാനും വിചാരിച്ചു പോയാക്കിട്ട് പോട്ടെ ഞാൻ മുട്ടാക്കാറുണ്ട്. അവിടെ തന്നെ ജനിച്ചാലൊരു മരണം ഉറപ്പല്ലേ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ദൈവം വിളിക്കട്ടെ. അപ്പോൾ മക്കൾ വിളിക്കാൻ തുടങ്ങി. അച്ഛങ്ങളെന്താ കാട്ടണമെന്ന് വെച്ച് ഞാൻ പറയാം ഞാൻ കുടുങ്ങി കിടക്കുകയാണ് പറഞ്ഞു. വീട് പകുതി മുക്കാലും പോയാണ്. അങ്ങനെ അവരെ ഇളച്ചി വിളിച്ച് എൻ്റെ
ഏകദേശം വിജയം വിളിച്ചിട്ട് പറഞ്ഞു അവിടെ തന്നെ നിൽക്കുക, നേരം വെളുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ നൗഷാദ് പറഞ്ഞ സുഹൃത്തിനെയും വിളിച്ചു. ഓന് വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. അപ്പോഴത്തേനും അങ്ങോട്ട് താത്ത പറഞ്ഞു പോണ്ട, ഇവിടെ നിൽക്കുക, മഴയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക്, വെളിച്ചുമില്ല, കറണ്ടും പോയി. പിന്നെ ഞാൻ ഇവരൊക്കെ എല്ലാവരും വിളിച്ചിട്ട് എൻ്റെ ഏട്ടൻ്റെ മക്കളൊക്കെ വിളിക്കുന്നുണ്ട്. അവിടെ ചെറിയ അവിടെ പേടിക്കണ്ട, അതൊന്നും പേടിക്കണ്ട പറഞ്ഞു. അങ്ങനെ ഞാനും ഉണ്ടാകാതെ അവിടെ കടന്ന് നേരം വെളുത്ത്, എന്നിട്ടും നേരം 6:30 ആയിട്ടും നേരം വെളുക്കില്ല. ഒരു കോട മൂടിയ മതി, ഒരു അന്തരീക്ഷം കോട മൂടിയ മതി. ഞാൻ പിന്നെ ലാസ്റ്റ് എന്താ ചെയ്യാറുണ്ട്, ഞാൻ മെല്ലെ എന്താക്കി ആ സ്റ്റെയറിൻ്റെ അടിയിൽ കൂടെ അല്ലേ വാതിൽ തുറക്കാൻ പറ്റില്ല, ഇത്രയ്ക്ക് ചെറിയ ഞാൻ കുടിക്കും. കാല് വലിച്ചെടുത്തപ്പോൾ എന്തായി, കാല് ചെറിയ ഒരു വേദന. പെട്ടെന്ന് നമ്മളറിയില്ലല്ലോ ഇത്ര ചളി ഉണ്ടാവുന്നു. നോക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഞാൻ ഈ കാലെന്താക്കി ഇത്രയ്ക്ക് പൊങ്ങി, കാല് വലിച്ചപ്പോൾ കുറച്ച് മുറിയൊക്കെ ആയി. പിന്നെ കാല് കുറച്ച് ചതകിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ നേരെ ഇതിലങ്ങോട്ട് വിട്ട് പേടിച്ചിട്ട് ഇതിലെ വരാൻ കഴിയില്ല. ഇതൊക്കെ മൊത്തം മരങ്ങളായിരുന്നു, അടഞ്ഞിടക്കായിരുന്നു. നേരെ കൽപ്പുരക്കാടിൻ്റെ യൂക്കാലിക്കാടിൻ്റെ അതിലങ്ങനെ പോയി നേരെ കുളത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി പോയപ്പോൾ കുറേ ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ ആ റിസോർട്ടിൽ ഇരിക്കുന്നു. എന്നിട്ട് എന്നെ വിളിച്ച് ഇങ്ങോട്ട് വരികയും പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു ചൂരമല പാലം പോയിക്കാണ്, ഇങ്ങോട്ട് കിടക്കാൻ കഴിയില്ലാറ്. അങ്ങനെയാണ് പട്ടാളം, നാവികസേന ഇവർ എല്ലാവരും വന്നിട്ട് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. ഇത്രയും സംഭവിച്ചു. വിജീഷ്, ഇത് സുഹൃത്തിൻ്റെ വീടാണെന്നല്ലേ പറഞ്ഞത്? ഇത് നമ്മളെ സുഹൃത്തിന് ഔഫലിന് അറിയും. അദ്ദേഹം പിന്നെ ഗൾഫിൽ നിന്ന് ഇവിടെ ഗൾഫിൽ പോകുന്നതിന് മുന്നേ ഇതിൻ്റെ വർക്കൊക്കെ എടുത്ത് ഭാര്യയും 2 പിള്ളേരുമാണ്. പുള്ളി വരുന്നതിന് മുന്നേ ആ ഒരു പെരേക്കോടൽ നടത്തി. പക്ഷെ പുള്ളിക്ക് ആ വീട് കാണാനുള്ള യോഗമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവരെ വീട്ടിൽ നിന്ന് ആരും പോയിട്ടില്ല, വീട് പൂർണ്ണമായിട്ടും പുതിയ വീട് വെച്ചിട്ട് അല്ലേ ആള് ഗൾഫിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ഇതാണ് സംഭവം. ഫസ്റ്റത്തെ പൊട്ട് നടന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഡാമേജ് ആക്കി അവിടെ ഇട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവരെ രക്ഷപ്പെടുത്താനുള്ള അവർ ജീവനോടെ പിന്നെ ഒന്നും പറ്റാതെ രക്ഷപ്പെട്ട ആളുകൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ യാതൊരു വിധത്തിലും മാർഗ്ഗമില്ലാതെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ട ഗതികേടിലായിപ്പോയി മനുഷ്യന്മാരെല്ലാം. അത് കാണേണ്ട അവസ്ഥയായി പോയി. അവരിപ്പോഴും അത് പറഞ്ഞ് കരയിലുണ്ട് പലരും. കാരണം എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, ഒന്നും ഒരു കൈ കൊടുക്കാൻ പറ്റിയില്ല ഒന്നും. പക്ഷേ അവരെ സാഹചര്യം അങ്ങനെയാണ്. കാരണം അത്രമാത്രം ചെളിയും കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റാതെ അല്ലേ, നമ്മൾ നടന്നാൽ തന്നെ കാലും അവരും ലോക്കായി പോകും. അപ്പോൾ അതിനെ ഭയന്നിട്ട് ആരും പോവാതെ മരണം ബാക്കിയുള്ളവരും കൊണ്ടുപോകണം കാണേണ്ടി വന്നിട്ടുണ്ട് ഹതഭാഗ്യരായ കുറേ ആളുകൾ. ഇതാണ് പുഞ്ചിരിമട്ടം. ഇതാണ് ലോകത്തെ നടുക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായ ആ ഉത്ഭവ സ്ഥലം. ഇത് ആ മലയുടെ മേളിൽ കാണുന്നല്ലേ അമ്മയാണ്, അയ്യപ്പനും അമ്മയും ഗുളികനും മുനീശ്വരനും. കുംഭമാസത്തിൽ ഉത്സവം. അങ്ങോട്ടൊന്നും ഇതൊന്നും ഏറ്റില്ലല്ലോ? ഇല്ലല്ല, ഇങ്ങോട്ടൊന്നും സംഭവിച്ചു. അമ്മേന്റെ ഭാഗ്യം. 2019 അന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും സംരക്ഷിച്ചത് ഇതാണ് ആ മദ്രസ അല്ലേ? ഇതാണ് മദ്രസ. ആ ഷീറ്റ് ഇട്ടേക്കണേ അതെ. അതായത് 19 ഉരുൾപൊട്ടിയപ്പോൾ എല്ലാവരും അവിടെ സെറ്റാക്കി. ഇപ്പോൾ 2024 ജൂലൈ 30 പൊട്ടിയപ്പോഴും എല്ലാവരും അവിടെ പ്രാർത്ഥിച്ചു. ആരക്കൽ നസീർ പറഞ്ഞ ആള് കഞ്ഞിയൊക്കെ വെച്ചിട്ട് അവൻ്റെ വീടാണിത്. ഓനെന്താക്കി എല്ലാവർക്കും കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പുഞ്ചിരിമട്ടത്തിൽ നിന്നുള്ള വളരെ ദുഃഖകരമായ ആ വിജീഷിൻ്റെ കുടുംബത്തിൻ്റെ തകർന്നു കിടക്കുന്ന വീടും അതേപോലെയുള്ള കാഴ്ചകളും ആ ദുരന്തം ഉണ്ടാക്കിയ ആഘാതങ്ങളെല്ലാം കണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി മുണ്ടക്കൈ ചൂരൽമലയൊക്കെ അവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ട് നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. വളരെ ദുഃഖകരമായ, അതായത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര ദുഃഖമുണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. ഇവിടുത്തെ ജനങ്ങൾക്ക്, ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴാണ് ചെയ്തു കൊടുക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ഇവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു പ്രതീക്ഷയില്ലത്. ഈ ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്ക്. പൂച്ചകളൊക്കെ ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാണ്ടേ ഇങ്ങനെ വണ്ടിയിലെടുത്ത് നിന്നിങ്ങനെ കരയണേ കേട്ടോ. അപ്പോൾ കുറച്ച് കപ്പലിൻ്റെ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. ഇവിടുത്തെ ഏതെങ്കിലും വീടുകളിൽ ഉണ്ടായതാവാം. ഒരു വീടും ഒരു മനുഷ്യരും ഇവിടെ ഇല്ല. ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ വീട് കാണാൻ വരുമ്പോൾ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡ് കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാർ വാങ്ങിച്ച് അല്ലേ, ആരെങ്കിലും വന്ന ആളുകൾ ആരെങ്കിലും കൊടുത്താലേ കിട്ടുള്ളൂ. അതായത് ഈ സാധനം മീനൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ആ ദുരന്തം നടന്ന ആ ദിവസം തന്നെ, അന്ന് പകല്, ആ ഒരു ദുരന്തം നടക്കുന്നത് അന്ന് ജൂലൈ 30 രാത്രി ഒരു 1:32 കൂടിയാണ്. രാത്രി 1:32 നേരം പുലരുന്ന സമയം. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ
ഇതാണ് ചൂരൽമല എന്ന് പറയുന്നത്. ആ സ്കൂളും പരിസരങ്ങളും ഇതാണ്. ഈ പ്രദേശത്തെ ഒരു ടൗണാണ് ഈ കാണിക്കുന്നത്. ഈ പ്രദേശത്തെ മുണ്ടക്കൈ, ഈ പുഞ്ചിരിമട്ടം ഭാഗക്കാരുടെ ഒരു ചെറിയൊരു ടൗണാണിത് ഈ ചൂരൽമല എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മേപ്പാടിയാണ് പിന്നെ ഒരു വലിയ ടൗണായിട്ട് വരുന്നത്, പിന്നെ കൽപ്പറ്റ. അപ്പോൾ ഈ പ്രദേശം കംപ്ലീറ്റ് ഇതൊരു പാലമായിരുന്നു. ഈ ബെയിലി പാലം കാണുന്നിടത്ത് പണ്ട് ഈ പുഴയ്ക്ക് കുറുകെ ഒരു പാലമായിരുന്നു. ഈ ഉരുൾ വന്ന വെള്ളം ഇതെല്ലാം ഒഴുകി അടിച്ച് ഈ പാലം അടക്കം പോയിട്ട് ഈ പ്രദേശം ഒറ്റപ്പെടുകയും അത് വേറൊരു പ്രദേശമായി മാറി ആ ടൗണ് മുഴുവൻ വന്ന് കല്ലുകളും മണ്ണും ചെളിയും നിറഞ്ഞ് ആ പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി എല്ലാം വന്ന് ആകെ ഒരു വിപ്രാളമായ സമയം. ഇവിടെയാണ് പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ബോഡികൾ എടുത്തിട്ട് വന്നിട്ട് ഈ മരത്തിലാണ് വടം കെട്ടുന്നത്. പട്ടാളം 2 വടം ഈ അവരുടെ വലിയ ഇരുമ്പിൻ്റെ വടം വലിച്ചിട്ട് അത് ആ സ്പോട്ടിൽ ഇത് ആൾക്കാർ നിൽക്കുന്ന അതിൻ്റെ ആ ഭാഗത്തായിട്ട് അത് അവിടെ ആ സ്കൂളിൻ്റെ അത് ആൾക്കാർ നിൽക്കുന്നില്ല ആ ഭാഗത്തായിട്ട് 2 ഇത് കെട്ടിയിട്ട് ഒരു ഇതിലൂടെ ആളുകളെ രക്ഷപ്പെടുത്തി വരുന്ന ആൾക്കാരെ അതിലൂടെ വന്നിട്ട് 2 JCB ആണ് 2 വടം പൊക്കുന്നത്. അത് പൊക്കുമ്പോൾ ഒരു വടത്തിലൂടെ ആൾക്കാർ രക്ഷപ്പെടുന്ന ആൾക്കാരെ ഈ ട്രോളിയിലൂടെ ഇങ്ങനെ പോവും അങ്ങോട്ടേക്ക്. ഇതൊരു റോളാണ്. അപ്പോൾ JCB ഇങ്ങനെ വടം പൊക്കുമ്പോൾ അവിടെ ഒരു റോള് സെറ്റ് ചെയ്തിട്ട് പട്ടാളക്കാർ ബോഡി വന്നിട്ട് ഇപ്പുറത്ത് കൂടി രണ്ടാമതൊരു ഇതിൽ കൂടി സ്ട്രക്ചർ വെച്ചിട്ട് ഇവിടുന്ന് ബോഡി കൊളുത്തിലൂടെ കുടുക്കി ഇങ്ങനെ വിടുകയാണ്. അതിങ്ങനെ പോയി അവിടെ എത്തുമ്പോഴത്തേക്കും 100 കണക്കിന് ആംബുലൻസിൽ ഇങ്ങനെ സറൗണ്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ബോഡികൾ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അവിടെ എത്തിയാൽ ബോഡി താഴ്ത്തി പിടിച്ച് ആ JCB കൈ താത്തുമ്പോൾ ബോഡി താഴും. ഇതൊക്കെ ഞാൻ ലൈവായിട്ട് ഇവിടെ ഒന്ന് കണ്ടതാണ്. അന്നത്തെ ആ പട്ടാളക്കാരുടെ ആ രക്ഷാദൗത്യങ്ങളും ഇവിടെയൊക്കെ ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. അതാ കാണുന്നതാണ് നമ്മളുടെ ചൂരൽമല സ്കൂള്. ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ച് ഈ വിദ്യാലയത്തിലെ എത്രയോ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ ദുരന്തത്തിന് ഇരയായവരാണ്. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു 10-40 കുട്ടികളെങ്കിലും ഈ സ്കൂളിലത്തെ കുട്ടികൾ ഈ ദുരന്തത്തിൽ മരിച്ചു പോയി. ചൂരൽമലയിൽ തന്നെയുള്ള ചൂരൽമല തന്നെ. അപ്പോൾ ആ ഒരു നശിച്ചു പോയ അമ്പലമൊക്കെ എവിടെയാണ് കേട്ടിരുന്നത്? ആൽമരം. ഈ ആൽമരത്തിന്റെ ചുവട്ടിലാണ്. ശരിക്കും ഈ മരത്തിന് മാത്രം ഒന്നും പറ്റിയിട്ടില്ല. മരത്തിന് മാത്രം ഒന്നും പറ്റിയില്ല. ബാക്കി എല്ലാം ഒലിച്ചു, മരിച്ചു. എല്ലാം മരിച്ചില്ലേ? ഇവിടെ എത്ര വീടുകളുണ്ട് ഏട്ടാ? ഏകദേശം 300 വീട്. 300 വീടുകളുണ്ടായില്ലേ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് ചൂരൽമലയിൽ നമ്മുടെ ആ മിലിറ്ററി നിർമ്മിച്ച ആ ബെയിലി പാലത്തിലെത്തി. ആ കാണുന്നതാണ് വെള്ളാർമല സ്കൂള്. വളരെ ഭംഗിയുള്ളൊരു സ്കൂളായിരുന്നു. അതായത് പ്രകൃതി രമണീയമായ കാഴ്ചകളും വളരെ മതസൗഹാർദ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. ഈ കാണുന്നതാണ് ബെയിലി പാലം. നമ്മുടെ ചൂരൽമല ദുരന്തത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർ നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ നടക്കണ കണ്ടിട്ട് വിനോദസഞ്ചാരികൾ ആരും ഈ ചൂരൽമല പ്രദേശത്തേക്കൊന്നും വരണില്ല. ഈ പാലത്തിലൂടെ ആരെയും കടത്തി വിടുന്നതല്ല. അപ്പോൾ ഞങ്ങൾ തന്നെ പ്രത്യേകം പെർമിഷനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതും ഞങ്ങളുടെ സുഹൃത്തിൻ്റെ വീട് പൂർണ്ണമായിട്ടും നശിച്ചിരുന്നു. അപ്പോൾ അവന് അത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് വേണ്ട രീതിയിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ആ സുഹൃത്ത് മുൻകൂട്ടി പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളെ തന്നെ അങ്ങോട്ട് വിട്ടത്. ചൂരൽമല, മുണ്ടക്കൈ, അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം, ഇവിടെയുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വിജേഷിൻ്റെയും ഉണ്ണിച്ചേട്ടൻ്റെയൊക്കെ ഫാമിലിയിൽപ്പെട്ട മറ്റുള്ളവർ, അതായത് ഇവിടെ മരണമടഞ്ഞവരെ അടക്കം ചെയ്തേക്കുന്ന ആ ഒരു ഏരിയയും അവിടുത്തെ കാഴ്ചകളും കൂടി നമുക്കൊന്ന് കാണട്ടെ. ഇതാണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഇവരുടെ കുടുംബത്തെ അടക്കിയിരിക്കുന്നത്. ഉണ്ണിച്ചേട്ടനും വിജേഷൊക്കെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴേക്കും നേരെ ഇവരെ മറവ് ചെയ്തിരിക്കുന്ന ഈ ഒരു പൊതു ശ്മശാനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഉണ്ണിച്ചേട്ടൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതാണ്. കല്ലിങ്കൽ ചേട്ടനല്ലേ? പാറക്കുളം. ഇതൊക്കെ ചേട്ടൻ്റെ കുടുംബമാണ് അല്ലേ? ലക്ഷ്മി മഠത്തിൽ എൻ്റെ അമ്മായി. വൈഫിൻ്റെ അവിടെ കല്ലിങ്ങൽ ആണ് ചേട്ടൻ്റെ വൈഫിൻ്റെ അല്ലേ? അല്ലേ? മൂന്നും മരിച്ചുപോയി. അതായത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോൻ്റെ കുട്ടികളാണ്. നിങ്ങൾ ചേട്ടൻ ആങ്ങളും മകളും മക്കള് 3 ചേട്ടന്മാരാ? അതാ അമ്മായി. കുഞ്ഞുങ്ങളെ 3 ഒരു സഹോദരങ്ങളാ? ഒരാളെ ഒരു 3 മക്കൾ. അനിയൻ്റെ. ഈ ദുരന്തമുഖത്ത് നിന്നും ബാക്കിയുള്ള ജീവനുകൾക്ക് ഒരു സഹായം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്ത് ഈ പാവങ്ങളെ ഒരു ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട്
മാക്സിമം നിങ്ങളൊന്ന് സഹായിക്കണേ.